ടി സിദ്ദിഖിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേക്കുമെന്ന വാർത്ത പ്രവർത്തകർ അറിയുന്നത്. ഇതോടെ പ്രവർത്തകർ ആഹ്ലാദ തിമിർപ്പിലായി. മണ്ഡലത്തിലുടനീളം ആവേശകരമായ പ്രചാരണങ്ങളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക. നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ DCC ഓഫീസിലാണ്. ഈ ഒരു വാർത്ത അറിഞ്ഞത് മുതൽ തന്നെ വലിയ ആഹ്ലാദത്തോടു കൂടിയാണ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ വയനാട്ടിലുള്ള ജനങ്ങൾ ഒന്നടങ്കം ആ ഒരു തരത്തിലുള്ള ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വാർത്തയെ സ്വീകരിച്ചിരിക്കുന്നത്. DCC ഓഫീസിൽ നമ്മൾ നേരത്തെ DCC പ്രസിഡന്റ് കൂടിയായ MLA IC ബാലകൃഷ്ണൻ MLAയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വയനാട്ടിലെ ജനതയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഭാവി പ്രധാനമന്ത്രിയെ സ്ഥാനാർത്ഥിയായി കിട്ടുക എന്നത് വയനാടൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം വളരെ സുപ്രധാനമായി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നേരത്തെ തന്നെ വയനാട് DCC ഉൾപ്പെടെ വയനാട്ടിലെ പ്രവർത്തകർ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു താല്പര്യം, ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചിരുന്നു. KPCCയുമായും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവുമായിട്ടും ഇക്കാര്യം നേരത്തെ തന്നെ തങ്ങൾ അറിയിച്ചിരുന്നതാണ്, തങ്ങൾ പ്രതീക്ഷിച്ചതായിരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു വാർത്ത വന്നപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നു എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണോ? വയനാടൻ ജനതയുടെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയാത്തൊരു സാഹചര്യത്തിലാണ്. ഞങ്ങൾ അത്രമാത്രം ആഹ്ലാദത്തിലാണ്. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകർ മാത്രമല്ല, വയനാട്ടിലെ മഹാഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. കാരണം വയനാടിന് നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ഒന്നാണ് വയനാട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ തുടങ്ങിവെച്ച നിരവധിയായ പദ്ധതികൾ ഇന്ന് വെളിച്ചം കാണാതെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ വയനാടിൻ്റെ മാത്രമല്ല മലബാറിൻ്റെയൊക്കെ സമഗ്ര മേഖലയ്ക്ക് ഉതകുന്ന രാത്രികാല യാത്രാഗതാഗതം നിരോധിച്ചു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമാകേണ്ട MOPH യാഥാർത്ഥ്യമാകാത്ത നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. മാത്രമല്ല വയനാടിലെ പാവപ്പെട്ട ആദിവാസി പട്ടികവർഗ പട്ടികജാതി വിഭാഗങ്ങൾ, പാവപ്പെട്ട കർഷകർ, കർഷക തൊഴിലാളികൾ തുടങ്ങി എല്ലാവർക്കും തന്നെ ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം സാധിക്കും. തീർച്ചയായും വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഒരുപക്ഷെ ടി സിദ്ദീഖിന്റെ അവസാനം അദ്ദേഹത്തിന്റെ പേര് വന്നു, അദ്ദേഹം മണ്ഡലത്തിലെത്തി പ്രചരണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇതിന് പകരം മറ്റ് നേരത്തെ പറയപ്പെട്ട പേരുകളിലുള്ള മറ്റേതൊരു സ്ഥാനാർത്ഥി വരുന്നതിനേക്കാളും വലിയ അപ്രതീക്ഷിതമായ ഒരു പക്ഷേ സ്വപ്നത്തിൽ എന്ന പോലെ തോന്നിയേക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ് ഇപ്പോൾ വയനാട്ടിൽ വന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഇതിൽ തുടക്കം മുതൽ പല സ്ഥാനാർത്ഥികളെങ്കിലും പറഞ്ഞിരുന്നു. ഒരു വട്ടത്തിൽ K മുരളീധരൻ വരുമെന്ന് പോലും പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ദീഖ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ മുഖം വയനാടായി മാറുന്നു എന്നുള്ളത്, ആ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗം വയനാടായി മാറുക എന്നുള്ളത് വയനാട്ടിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് മറക്കാൻ കഴിയില്ല. ആവേശമാണ്, അതൊരു വലിയ ആഗ്രഹമായി ഞങ്ങൾക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.